CPM നേതൃത്വത്തിനെതിരെ ഒളിയമ്പുമായി അച്ചടക്ക നടപടിക്ക് വിധേയനായ CPM നേതാവ് PK ശശി രംഗത്ത് വന്നിരിക്കുകയാണ്. പാലക്കാട് CPMൽ വിഭാഗീയത പുകയുന്നു എന്ന് വ്യക്തമാക്കിക്കൊണ്ട് ഫേസ്ബുക്ക് പോസ്റ്റുമായാണ് CPM നേതാവ് PK ശശി എത്തിയിരിക്കുന്നത്. നേതൃത്വത്തിനെതിരെ പരോക്ഷ വിമർശനങ്ങൾ ഉന്നയിച്ചുള്ള ശശിയുടെ ഫേസ്ബുക്ക് പോസ്റ്റാണ് ചർച്ചയാകുന്നത്. ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പാർട്ടി നടപടി നേരിട്ട ശശി നേതൃത്വത്തിനെതിരെ വിമർശനവുമായാണ് രംഗത്ത് വന്നിരിക്കുന്നത്. ഫേസ്ബുക്കിൽ പുതുവത്സരാശംസ നേർന്ന സന്ദേശത്തിലാണ് കടുത്ത വിമർശനം. അപ്പ കാണുന്നവനെ അപ്പ എന്ന് വിളിക്കാനും കാര്യം കാണാൻ ഏതവന്റെയും പെട്ടിച്ചുമക്കാനും മടിയില്ലാത്തവർക്ക് സുന്ദരകാലമായിരുന്നു എന്ന് തുടങ്ങുന്ന കുറിപ്പ് CPM നേതൃത്വത്തിനെതിരായ പരോക്ഷ വിമർശനമായാണ് ചൂണ്ടിക്കാട്ടപ്പെടുന്നത്. പലർക്കും 2024 സുന്ദരകാലമായിരുന്നുവെന്നും അവരെ കാത്തിരിക്കുന്നത് മഹാദുരന്തമെന്നും ഫേസ്ബുക്ക് കുറിപ്പിൽ PK ശശി പറയുന്നു. പ്രസ്ഥാനത്തെ പിടിച്ചുപറിയും കൊള്ളയും നടത്തിയ പണം കൊണ്ട് വെള്ള പുതപ്പിച്ചു, കൂടെ നിന്ന് കുതികാൽ വെട്ടിയും ചതിച്ചും സുഖിക്കാമെന്ന് കരുതേണ്ടെന്നും മുന്നറിയിപ്പായി അദ്ദേഹം പറയുന്നുണ്ട്. എല്ലാവർക്കും മോഹഭംഗത്തിന്റെയും കാലമായിരിക്കും വരാനിരിക്കുന്നതെന്നും PK ശശി കുറിപ്പിൽ രൂക്ഷ ഭാഷയിൽ വിമർശിക്കുന്നു. ആക്രമണകാരികൾക്കും ചതിയന്മാർക്കും ഒരു കാര്യം ഓർക്കുക, വരും കാലം നിങ്ങളുടേതല്ലെന്നും കുറിപ്പിലുണ്ട്. പാർട്ടി വിരുദ്ധ പ്രവർത്തനത്തിന്റെ പേരിൽ PK ശശി തരംതാഴ്ത്തൽ നടപടി നേരിട്ടിരുന്നു. ഇതിനെ തുടർന്നാണ് ഫേസ്ബുക്ക് കുറിപ്പിലൂടെയുള്ള പ്രതികരണം. PK ശശിയുടെ ഫേസ്ബുക്ക് കുറിപ്പിന്റെ പൂർണ്ണരൂപം ഒന്ന് നോക്കാം. എല്ലാവർക്കും സമാധാനത്തിന്റെ ഐശ്വര്യത്തിന്റെ പുത്തൻ അനുഭൂതികളുടെ വർഷമായി തീരട്ടെ പുതുവർഷം. 2024 പ്രതിസന്ധിയുടെ ഒരു കാലം. അപ്പ കാണുന്നവനെ അപ്പ എന്ന് വിളിക്കാനും കാര്യം കാണാൻ ഏതവന്റെയും പെട്ടിച്ചുമക്കാനും മടിയില്ലാത്തവർക്ക് സുന്ദരകാലമായിരുന്നു. അവരെ കാത്തിരിക്കുന്നത് മഹാദുരന്തമായിരിക്കും. മദ്യവും അതിനു മുകളിൽ കഞ്ചാവും അടിച്ച് ഘോരഘോരം മദ്യത്തിനും മയക്കുമരുന്നിനുമെതിരെ പ്രസംഗിക്കുന്നവരുടെ നല്ല കാലം കഴിയുന്നു. ആയിരങ്ങളുടെ വിയർപ്പ് കൊണ്ട് കെട്ടിപ്പടുത്ത മഹാസ്ഥാപനം പിടിച്ചുപറിയും കൊള്ളയും നടത്തി വെള്ള പുതപ്പിച്ച് ആ പണം കൊണ്ട് ഉന്മാദിക്കുന്നവർക്കും ആഹ്ലാദത്തിന് വക നൽകില്ല പുതുവർഷം. ശത്രുവിന്റെ ആയുധം വേണ്ട. അവരുടെ അലർച്ചയ്ക്ക് മുൻപിൽ പോലും ഓടി ഒളിക്കുന്ന പരാക്രമികളുടെ കാലം അവസാനിക്കും. സന്മനസ്സുള്ളവർക്ക് സമാധാനം കിട്ടുന്ന പുതിയ വർഷത്തെ ആവേശത്തോടെ നമുക്ക് വരവേൽക്കാം. കൂടെ നിന്ന് കുതികാൽ വെട്ടിയും ചതിച്ചും സുഖിക്കാമെന്ന് കരുതുന്നവർക്ക് നഷ്ടത്തിന്റെയും മോഹഭംഗത്തിന്റെയും കാലമായിരിക്കും വരാനിരിക്കുന്നത്. ഒന്നിന്റെ മുൻപിലും ആത്മാഭിമാനം പണയപ്പെടുത്താതിരിക്കുക, അവരുടെ മുന്നിലും ചെറുതാവാതിരിക്കുക, എവിടെയും സ്വന്തം അഭിപ്രായം പറയാൻ മടിക്കാതിരിക്കുക, ഉയരു പോകും വരെ ഉശിര് കൈവിടാതിരിക്കുക. ഇവിടെ നാം വിപ്ലവകാരികളെ ഓർക്കുക. വിശ്വകവി ടാഗോറിന്റെ വരികൾ കടമെടുക്കട്ടെ. എവിടെ നിർഭയമാകുന്നു മാനസം, അവിടെ നിൽക്കുന്നു ശീർഷം സമുന്നതം. ലോകത്തിൽ സ്വാതന്ത്ര്യത്തിനായി പോരാടുന്നവർക്ക് ശക്തി നൽകുന്നതാവട്ടെ പുതിയ വർഷം. ഒരു കൈയിൽ സമാധാനത്തിന്റെ ഒലിവില കൊമ്പും മറുകയിൽ പോരാട്ടത്തിന്റെ മെഷീൻ ഗണ്ണുമായി നിൽക്കുന്ന പലസ്തീൻ പോരാളികളാണ് നമുക്ക് ആവേശം നൽകേണ്ടത്. ആക്രമണകാരികളും ചതിയന്മാരും ഒറ്റുകാരും ഒരു കാര്യം ഓർക്കുക, വരും കാലം നിങ്ങളുടേതല്ല. ഏവർക്കും പുതുവത്സരാശംസകൾ എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് കുറിപ്പ്. അതേസമയം സാമ്പത്തിക ക്രമക്കേട് അടക്കമുള്ള നിരവധി ആരോപണങ്ങൾ ഉയർന്നതിനെ തുടർന്ന് ശശി നിരവധി പാർട്ടി പദവികളിൽ നിന്ന് നീക്കി തരം താഴ്ത്തിയിരുന്നു. ഇതിന് മറുപടി എന്ന കണക്കെയാണ് ശശിയുടെ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് വ്യാഖ്യാനിക്കപ്പെടുന്നത്. നേരത്തെ പാർട്ടി നടപടി നേരിട്ട PK ശശിയെ CITU ജില്ലാ പ്രസിഡന്റ്, ചുമട്ടുതൊഴിലാളി യൂണിയൻ പ്രസിഡന്റ് പദവികളിൽ നിന്നുമാണ് നീക്കിയത്. KTDC ചെയർമാൻ സ്ഥാനത്ത് നിന്ന് നീക്കുന്ന കാര്യം തീരുമാനിക്കേണ്ടത് സർക്കാരാണെന്ന് പാലക്കാട് CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അറിയിച്ചിരുന്നു. CPM പാലക്കാട് ജില്ലാ കമ്മിറ്റി അംഗം PN മോഹനായിരിക്കും പുതിയ CITU ജില്ലാ പ്രസിഡന്റ്. അഴിമതി നടത്തിയെന്ന് അന്വേഷണ കമ്മീഷൻ കണ്ടെത്തിയതിനെ തുടർന്നാണ് പാർട്ടി പദവികളിൽ നിന്നും PK ശശിയെ ഒഴിവാക്കിയത്. CPM പാലക്കാട് ജില്ലാ സെക്രട്ടറിയെ കേസിൽ കുടുക്കാനായി ശശി നടത്തിയ ഗൂഢാലോചനയും പുറത്തു വന്നിരുന്നു. ഇതും നടപടിക്ക് കാരണമായിരുന്നു. ശശിയെ KTDC ചെയർമാൻ സ്ഥാനത്തു നിന്നും നീക്കണമെന്ന് പാർട്ടി ജില്ലാ നേതൃത്വം ആവശ്യപ്പെട്ടെങ്കിലും മുഖ്യമന്ത്രി പിണറായി വിജയൻ അതിന് തയ്യാറായിട്ടില്ല. വൈകാതെ അദ്ദേഹത്തെ നീക്കുമെന്നാണ് സൂചനകൾ ലഭിക്കുന്നത്. അഴിമതി നടത്തിയെന്ന അന്വേഷണ കമ്മീഷന്റെ കണ്ടെത്തലിനെ തുടർന്നാണ് PK ശശിയെ പാർട്ടിയുടെ തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാ പദവികളിൽ നിന്നും ഒഴിവാക്കിയത്. CPM പാലക്കാട് ജില്ലാ സെക്രട്ടറിയെ കേസിൽ കുടുക്കാനുള്ള ഗൂഢനീക്കവും ശശിയുടെ പുറത്തേക്കുള്ള വഴി എളുപ്പത്തിലാക്കി. ശശിയെ അടിമുടി നിസ്സഹായനാക്കുക എന്നത് ലക്ഷ്യമിട്ടാണ് KTDC ചെയർമാൻ പദവിയും ഒഴിയണമെന്ന ആവശ്യം പാലക്കാട് നേതൃത്വം ശക്തമാക്കിയത്. അച്ചടക്ക നടപടി എടുക്കുമ്പോൾ പാർട്ടി അനുവദിച്ച മുഴുവൻ പദവികളും ഒഴിയുന്നതാണ് മര്യാദയെന്നും സ്ഥാനത്ത് തുടർന്നാൽ അണികളിൽ ആശയക്കുഴപ്പമുണ്ടാകുമെന്നും ജില്ലാ നേതൃത്വം ആവർത്തിക്കുന്നുണ്ട്. മുഖ്യമന്ത്രി, ടൂറിസം മന്ത്രി എന്നിവരോട് ഏറെ അടുപ്പം സൂക്ഷിച്ചിരുന്ന PK ശശി കസേരയിൽ തുടരേണ്ടതുണ്ടോ എന്നതിൽ ഇവർ തന്നെയാകും അന്തിമ തീരുമാനമെടുക്കുക.